ഇനിയും തല്ലാൻ കൊണ്ടുപോകുന്നെങ്കിൽ ഒറ്റ അടിക്കാൻ തീർത്തേക്കണം. ഇല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു പാർട്ടി കാൻഡിഡേറ്റിനെ തോൽപ്പിക്കാനായിട്ട് ഞാൻ അവർക്ക് വോട്ട് ചെയ്തില്ല എന്ന് ഞാൻ ആ പോളിംഗ് ബൂത്തിൽ നിന്ന് മൊബൈലിൽ പകർത്തിയിട്ട് അത് ഞാൻ സഹാബ് പിണറായി വിജയൻ ഞാൻ അയച്ചു കൊടുത്തോ? എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഞാൻ ചെയ്ത തെറ്റെന്താണ്? ഞാൻ ഇവിടെയുള്ള സ്ത്രീകളുടെ ശബ്ദമായി മാറി. അതാണോ ഞാൻ ചെയ്ത തെറ്റ്? ഞാൻ CPM ആയിട്ട് ഗൂഢാലോചന നടത്തിയെങ്കിൽ അത് തെളിയിക്കേണ്ട ബാധ്യത ഈ പാർട്ടിക്കുണ്ട്, ഇല്ലേ? നിരാലംബയും വിധവയും ദുർബലയുമായി ഒരു സ്ത്രീയെ ഇവർക്ക് ചവിട്ടി താഴ്ത്തുവാൻ കിട്ടിയ ഈ അവസരം ഇവർ മുതലാക്കി. ദൈവം അവരെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. മൈ ഗോഡ്, സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ്. കാരണം ഇന്നലെ ഒരു ചാനലിനെ അവർ സ്വാധീനിച്ചിട്ട് ആ ചാനലിൽ എന്നെ പറയാൻ സമ്മതിക്കുന്നില്ല. കാരണം അവിടെ VD സതീശൻ അതിൻ്റെ മാനേജ്മെൻറ്റിനെ വിളിച്ചു, ദയവ് ചെയ്ത് സിമി റോസ്ബലിൻ്റെ ഇൻ്റർവ്യൂ കൊടുക്കല്ലേ എന്ന് കാല് പിടിച്ച് അപേക്ഷിക്കണം. അതിൻ്റെ മൊബൈലിലുണ്ട്. ഇവൻ പറയുന്നത് നോക്കണ്ട, ഇവനിപ്പോ ഇങ്ങനെ. മനസ്സിലായോ? എന്തിനാണ് എന്നെ പോലെ ദുർബലയും പാവവും സാധുവുമായ നിരാലംബയായോ വിധവയായ ഒരു സ്ത്രീയെ ഇദ്ദേഹം ഭയപ്പെടുന്നത്? എന്തിനാണ് ഭയപ്പെടുന്നത്? അദ്ദേഹത്തെക്കാൾ ഈ പാർട്ടിയിൽ ഞാൻ പ്രവർത്തിച്ചിട്ടില്ലേ? ഈ പാർട്ടി എന്റേതും കൂടിയല്ലേ? അദ്ദേഹം പണ്ട് അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഒരു സ്കൂട്ടർ പോലും ഉണ്ടായിരുന്നില്ല. അത് രമേശ്ജിയോട് ചോദിച്ചാൽ പറയും. ഒരു കൂട്ടുകാരൻ്റെ സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്തിട്ട് അദ്ദേഹം ഇവിടെ മണി ചെയിൻ തട്ടിപ്പിന് വേണ്ടി ഇറങ്ങി നടന്നൊരു കാലമുണ്ട്. അതിൻ്റെ തെളിവുകളൊക്കെ ഇപ്പോൾ പുറത്ത് വിടും. 3000 രൂപ കൊടുത്താൽ 3 മാസം കഴിയുമ്പോൾ അത് 5000 രൂപയാവും. ആ സ്കൂട്ടർ ചവിട്ടി സ്റ്റാർട്ടാക്കുന്ന വർക്ക്ഷോപ്പിൽ കൊടുക്കുമ്പോൾ പൈസ കൊടുക്കണമല്ലോ. ജോജോ മനക്കൽ എന്ന് പറഞ്ഞ എൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് സെക്രട്ടറി ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. അതുകൊണ്ട് വന്ന വഴിയൊന്നും മറക്കല്ലേ പ്രിയപ്പെട്ട സതീശ. ലോകം ആദരിക്കുന്ന ശശി തരൂറിനെ അദ്ദേഹം ഊതി വേർപ്പിച്ച ബലൂണാന്ന് പറയും. അദ്ദേഹത്തിന് ആരെയും പേടിയില്ല. കാരണം രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ പോക്കറ്റിലാണല്ലോ. നിനക്കൊരു പുല്ലും ചെയ്യാൻ കഴിയില്ല. കേരളത്തിലെ ഏറ്റവും നല്ല പ്രതിപക്ഷ നേതാവായിരുന്ന, ക്ഷമിക്കണം കേട്ടോ, ചില കാര്യങ്ങൾ ഓർക്കുമ്പോൾ ചിരി വരും. രമേശ് പറഞ്ഞിട്ടുണ്ട് എൻ്റെ സ്വന്തം അനിയനാന്ന്. അദ്ദേഹത്തിൻ്റെ അത്ര ആർജവത്തോടുകൂടി ഒരു പ്രതിപക്ഷ നേതൃത്വ സ്ഥാനത്ത് ഉണ്ടായിരുന്നൊരു വ്യക്തിയെ വെറും 4 MLA-മാരുടെ പിന്തുണയോടുകൂടി ആട്ടിമറിച്ച് പിറകിൽ നിന്നും മുന്നിൽ നിന്നും കുത്തി മലർത്തി നിലം പരിശാക്കി കൈയടക്കിയത് അതെങ്ങനെയാന്ന് ഈ നാട്ടിലെ ഓരോ കോൺഗ്രസ്സുകാർക്കും അറിയാം. ഒന്നുകിൽ നീ അല്ലെങ്കിൽ ഞാൻ, എല്ലാത്തിനെയും നാളെ ഞാൻ കൊല്ലുവടാ. പക്ഷെ ആരും മിണ്ടില്ല, പേടിച്ചിട്ട്. ഇപ്പം അദ്ദേഹം മമ്മൂട്ടി എന്താ പറയുക, ഗുരുബ്രഹ്മ അല്ലേ ആ ഫിലിമിൻ്റെ പേരിപ്പം ഞാൻ മറന്നുപോയി. അതെ, അദ്ദേഹം അങ്ങ് ചോര കുടിച്ച് കളയും. അത്രയ്ക്ക് ഭീകരമാണ് അദ്ദേഹത്തിൻ്റെ പ്രതികാരദാഹം. ആ പ്രതികാരദാഹത്തിൽ വനിതകളൊന്നും പെടില്ല കേട്ടോ. ഭരണം കിട്ടുമായിരുന്നു. 14 മാസത്തെ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഭരണത്തെ അതിരൂക്ഷമായി വിമർശിച്ച് ഇതുപോലെ കൊള്ളക്കാരുടെ അഴിമതിക്കാരുടെ ഭരണം, ഇതുപോലൊരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് ഉമ്മൻചാണ്ടി സാറിനെ ചാവിട്ടി അരച്ച് ഇനി നീ എങ്ങാനും പത്രമാധ്യമങ്ങളിലൂടെ കാരിവാരി തേച്ച് ഈ ഭരണം, കോൺഗ്രസിന് കിട്ടേണ്ടിയിരുന്നൊരു ഭരണം, അത് നഷ്ടപ്പെടുത്തിയ മഹത് വ്യക്തിയാണ്. അദ്ദേഹത്തോടൊക്കെ ഏറ്റുമുട്ടിയാൽ എൻ്റെ പാവപ്പെട്ട മോൻ എന്നോട് ചോദിച്ചു, അമ്മേ എനിക്ക് എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ എന്ന്. അതുകൊണ്ട് എൻ്റെ കയ്യിലുള്ള രേഖകളൊക്കെ ഇപ്പം ഞാൻ വളരെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് എത്തിച്ചിരിക്കുകയാണ്. എന്താണ് സംഭവിക്കുക? ചിലപ്പോൾ കാർ ആക്സിഡൻ്റ് ആയിരിക്കും. എന്തായാലും അതൊക്കെ നമ്മൾ ദൈവത്തിന് വിട്ടുകൊടുക്കുകയാണ്. ഇത് തീർന്നില്ലേ? നിർത്തി തൽക്കാലം ഇത്രയും മതി. വരട്ടെ.